ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിന്റെ അറബിക്കിന്റെ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മുകളിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്ത് പേരും ക്ലാസ്സും എഴുതാൻ കൂട്ടുകാർ മറക്കില്ലല്ലോ. ആക്ടിവിറ്റി 1 നുലാഹിലു സൂറ വനക്തുബു. താഴെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് കൂട്ടുകാരോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ എന്തെല്ലാമാണോ കൂട്ടുകാർ കാണുന്നത് അത് നൽകിയിരിക്കുന്ന ഈ ബോക്സിൽ എഴുതി പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹാദാ ബൈത്തുൻ, ഇതൊരു വീടാണ്. ഹാദാ ബൈത്തു റാഷിദ്, ഇത് റാഷിദിന്റെ വീടാണ്. ഫി ബൈത്തി റാഷിദ് ഉമ്മുൻ, റാഷിദിന്റെ വീട്ടിൽ ആരുണ്ട്? ഉമ്മയുണ്ട്. ഡാഷ്. ഇനി ബാക്കി നമ്മൾ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. റാഷിദിന്റെ വീട്ടിൽ ഇനി ആരെല്ലാമാണ് കാണുന്നത്? വ അബുൻ, ഉപ്പയുണ്ട്. വ ജദ്ദുൻ, വല്യുപ്പയുണ്ട്. വ ജദ്ദത്തുൻ, വല്യുമ്മയുണ്ട്. വ അഹുൻ, സഹോദരനുണ്ട്. വ ഉഖ്തുൻ, സഹോദരിയുമുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തേത് യജ്ലിസു ഡാഷ് അലൽ കുർസിയെ, ആരാണ് കസേരയിൽ ഇരിക്കുന്നത്? ഓപ്ഷൻസ് എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? അൽ ബിൻതു, പെൺകുട്ടി. അൽ ജദ്ദു, വല്യുപ്പ. അൽ ഉമ്മു, ഉമ്മ. ആരാണ് കസേരയിൽ ഇരിക്കുന്നത്? വല്യുപ്പയാണ് അല്ലേ? യജ്ലിസുൽ ജദ്ദു അലൽ കുർസിയെ. രണ്ടാമത്തേത് യൽ അബു ഡാഷ് ബിൽ ഖുറ, ആരാണ് ബോൾ കൊണ്ട് കളിക്കുന്നത്? ഓപ്ഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അൽ ഉമ്മു, ഉമ്മ. അൽ ഉഖ്തു, സഹോദരി. അൽ അഹു, സഹോദരൻ. ആരാണ് ചിത്രത്തിൽ ബോൾ കൊണ്ട് കളിക്കുന്നത് കൂട്ടുകാർ കാണുന്നത്? സഹോദരനാണ് അല്ലേ? യൽ അബുൽ അഹു ബിൽ ഖുറത്തി. ആക്ടിവിറ്റി 2 നുകമ്മിലുൽ മൻദൂം, കവിത പൂരിപ്പിക്കാം. റാഷിദും സഹോദരിയും വീടിനടുത്തുള്ള പൂന്തോട്ടത്തിൽ കണ്ട പക്ഷികളെ കുറിച്ച് പാട്ടുപാടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രത്തിൽ കാണുന്ന പക്ഷികളുടെ പേരുകൾ ഉൾപ്പെടുത്തി ഈ കവിത നമ്മൾക്ക് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. എന്താണെന്ന് നോക്കാം. ബുസ്താനി, ബുസ്താനി, ബുസ്താനി ജമീലുൻ. ഫിൽ ബുസ്താനി ഖുഫാഷുൻ. ഫിൽ ബുസ്താനി ത്വാഊസുൻ. ഭംഗിയുള്ള പൂന്തോട്ടത്തിൽ ആരെല്ലാം ഉണ്ട് എന്നാണ് പറഞ്ഞത്? വവ്വാലുണ്ട്, മയിലുമുണ്ട്. ഇനി ഏതെല്ലാം പക്ഷികളെയാണ് കൂട്ടുകാർ ചിത്രത്തിൽ കാണുന്നത്? കൊക്കിനെ കാണുന്നുണ്ട് അല്ലേ? കൊക്കിന് നമ്മൾ എന്താണ് അറബിയിൽ പറയുന്നത്? ലഖ്ലഖുൻ. പിന്നെയോ ഒരു കിളിയെ നമ്മൾക്ക് കാണാം അല്ലേ? കിളിക്ക് എന്താണ് പറയുന്നത്? ഉസ്ഫൂറുൻ. പിന്നെ ഏതു പക്ഷിയെയാണ് കാണുന്നത്? ഒരു കാക്ക മരക്കൊമ്പിൽ ഇരിക്കുന്നുണ്ട് അല്ലേ? കാക്കയ്ക്ക് എന്താണ് പറയുന്നത്? ഗൊറാബുൻ. പിന്നെയോ ഇനി ഏത് പക്ഷിയെയാണ് കൂട്ടുകാർ കാണുന്നത്? ഒരു തത്ത പറന്നു പോകുന്നുണ്ട് അല്ലേ? തത്തയ്ക്ക് നമ്മൾ എന്താണ് അറബിയിൽ പഠിച്ചിരിക്കുന്നത്? ബബഗാഉൻ. ഇനി ഇവയെല്ലാം ഉൾപ്പെടുത്തി നമ്മൾക്ക് ഈ കവിത പൂർത്തിയാക്കി നോക്കാം അല്ലേ? ഫിൽ ബുസ്താനി ലഖ്ലഖുൻ. ഫിൽ ബുസ്താനി ഉസ്ഫൂറുൻ. ഫിൽ ബുസ്താനി ഗൊറാബുൻ. ഫിൽ ബുസ്താനി ബബഗാഉൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നുകമ്മിൽ, പൂരിപ്പിക്കാം. ഹാദാ ഡാഷ്, ആരെയാണ് കൂട്ടുകാർ ചിത്രത്തിൽ കാണുന്നത്? ഒരു വവ്വാലിനെയാണ് അല്ലേ? വവ്വാലിന് നമ്മൾ എന്താണ് അറബിയിൽ പഠിച്ചിരിക്കുന്നത്? ഖുഫാഷ്. ഹാദാ ഖുഫാഷുൻ. ഇനി അടുത്തതായി ചിത്രത്തിൽ ആരെയാണ് കാണുന്നത്? ഒരു മയിലിനെയാണ് അല്ലേ? മയിലിന് നമ്മൾ എന്താണ് അറബിയിൽ പഠിച്ചിരിക്കുന്നത്? ഹാദാ ത്വാഊസുൻ. ആക്ടിവിറ്റി 3 നഅുദു വനക്തുബു, എണ്ണാം എഴുതാം. പൂന്തോട്ടത്തിൽ ധാരാളം പൂക്കളുണ്ട്. റാഷിദും സഹോദരിയും അവ എണ്ണാൻ തുടങ്ങി. നമുക്ക് അവരെ സഹായിക്കാം. കൂട്ടുകാർക്ക് പൂരിപ്പിക്കാൻ സഹായത്തിനായി ഇവിടെ കുറച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട്. കുറച്ച് നമ്പേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഏതെല്ലാമാണ് നൽകിയിരിക്കുന്നത്? 16 16, 15 15, 17 17. ഇനി താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ ഓരോന്നും അവ എത്ര എണ്ണമുണ്ടെന്ന് എണ്ണി നോക്കി അതിന് നേരെ നമ്മൾ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചിത്രത്തിൽ എത്ര പൂക്കളാണ് കൂട്ടുകാർ കാണുന്നത്? 5 പൂക്കളാണ് അല്ലേ? 5 എന്നതിന് അക്കത്തിൽ അവിടെ നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ അക്ഷരത്തിൽ 5 എന്ന് എഴുതുന്നത്? ഹംസത്തുൻ. ഇനി അടുത്ത ചിത്രത്തിൽ എത്ര പൂക്കളാണ് കൂട്ടുകാർ കാണുന്നത്? 7 പൂക്കളാണ് അല്ലേ? അക്കത്തിൽ അവിടെ നൽകിയിട്ടുണ്ട്. ഇനി 7ന് നമ്മൾ എന്താണ് അറബിയിൽ പഠിച്ചിരിക്കുന്നത്? സബഅത്തുൻ. ഇനി അടുത്ത ചിത്രത്തിൽ എത്ര പൂക്കളാണ് കാണുന്നത്? 15 പൂക്കളുണ്ട് അല്ലേ? 15ന് നമ്മൾ എന്താണ് പറയുന്നത്? ഹംസത അഷറ. അത് എങ്ങനെയാണ് അക്കത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് കൂട്ടുകാർ കണ്ടല്ലോ. ഇനി അടുത്ത ചിത്രത്തിൽ എത്ര പൂക്കളാണുള്ളത്? 17 പൂക്കളാണ് അല്ലേ? 17ന് നമ്മൾ എന്താണ് അറബിയിൽ പറയുന്നത്? സബഅത അഷറ. അത് എങ്ങനെയാണ് അക്കത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് കൂട്ടുകാർ കണ്ടല്ലോ.
ഇനി അടുത്ത ചിത്രത്തിൽ എത്ര പൂക്കളാണുള്ളത്? 16 പൂക്കളാണ്. 16ന് നമ്മൾ എന്താണ് അറബിയിൽ പറയുന്നത്? സിത്തത്ത അഷറ. അത് അക്കത്തിൽ എഴുതിയിരിക്കുന്നത് കൂട്ടുകാർ കണ്ടല്ലോ. ആക്ടിവിറ്റി 4 നുക്കമ്മിലുൽ ഹിവാർ. സംഭാഷണം പൂർത്തിയാക്കാം. റാഷിദും സഹോദരിയും പൂന്തോട്ടത്തിലൂടെ ചുറ്റിക്കറങ്ങുമ്പോഴാണ് കാക്കപ്പെണ്ണിനെ കണ്ടത്. അവൾ കൂട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അവർ തമ്മിൽ സംസാരിച്ചു. ഈ സംഭാഷണം പൂർത്തിയാക്കാനായി കൂട്ടുകാർക്ക് ഇവിടെ സൂചനകൾ നൽകിയിട്ടുണ്ട്. എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? ഇല ഐന, എവിടേക്കാണ്? മസാ ഉൽ ഖൈർ, ഗുഡ് ഈവനിങ്. ഐന, എവിടെ? സെയിൻ, അൽഹംദുലില്ല. അൽഹംദുലില്ല, നല്ലത്. ഇനി നമ്മൾക്ക് ഈ സംഭാഷണം പൂർത്തിയാക്കാമല്ലോ. റാഷിദ് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? അതിന് മറുപടിയായി കാക്ക എന്താണ് പറയുന്നത്? മസാ ഉന്നൂർ, ഗുഡ് ഈവനിങ്. അപ്പോൾ റാഷിദ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? മസാ ഉൽ ഖൈർ, ഗുഡ് ഈവനിങ്. അപ്പോൾ റാഷിദ് എന്താണ് ചോദിക്കുന്നത്? കൈഫൽ ഹാൽ, എന്തൊക്കെയുണ്ട് വിശേഷം? അതിന് ഖുറാബ് എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? അൽഹംദുലില്ല, നല്ലത് എന്നായിരിക്കും അല്ലേ? എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? സെയിൻ, അൽഹംദുലില്ല. പിന്നീട് റാഷിദ് എന്തോ ഒന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? അതിന് ഖുറാബ് എന്താണ് മറുപടി പറയുന്നത് എന്ന് നോക്കിയാൽ റാഷിദ് എന്താണ് ചോദിച്ചത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. എന്താണ് ഖുറാബ് പറയുന്നത്? ഇലൽ ഉർഷി, ഞാൻ കൂട്ടിലേക്കാണ് എന്നാണ്. അപ്പോൾ റാഷിദ് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? നീ എവിടേക്കാണ് പോകുന്നത് എന്നായിരിക്കും അല്ലേ? എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? ഇല ഐന, നീ എവിടേക്കാ? അപ്പോഴാണ് ഖുറാബ് കൂട്ടിലേക്കാണ് എന്ന് പറഞ്ഞത്. പിന്നീട് റാഷിദ് എന്താണ് ചോദിക്കുന്നത്? ഡാഷ് ഉർഷുക, നിന്റെ കൂട് ഡാഷ്. എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? നിന്റെ കൂട് എവിടെയാണ് എന്നായിരിക്കും അല്ലേ? എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? ഐന ഉർഷുക. അപ്പോൾ ഖുറാബ് എന്താണ് മറുപടി പറയുന്നത്? അല ഷജറ, മരത്തിന്മേലാണ്. അവസാനമായി റാഷിദ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ശുക്രൻ, നന്ദി. ഖുറാബ് അഫ്വൻ. ആക്ടിവിറ്റി 5 നുലവ്വിനു വനസ്വലു. നിറം നൽകാം, യോജിപ്പിക്കാം. ടീച്ചർ നൽകിയ ചിത്രത്തിന് റാഷിദ് നിറം നൽകി. കോഴിയുടെ ശരീരഭാഗങ്ങളും പേരുകളും യോജിപ്പിക്കാൻ തുടങ്ങി. ആദ്യം കൂട്ടുകാർ എന്താണ് ചെയ്യേണ്ടത്? ഈ നൽകിയിരിക്കുന്ന കോഴിക്ക് ഭംഗിയായി നിറം നൽകണം. അതിനുശേഷം ഓരോ ശരീരഭാഗങ്ങളും യോജിപ്പിക്കുകയും വേണം. ഒരു ഉദാഹരണം കൂട്ടുകാർക്ക് അവിടെ നൽകിയിട്ടുണ്ട്. എന്താണത്? ലിദ്ദീക്ക് മിൻഖാറുൻ, കോഴിക്ക് എന്തുണ്ട്? കൊക്കുണ്ട്. ഇനി അടുത്തതായി എന്താണ് നൽകിയിരിക്കുന്നത്? ലിദ്ദീക്ക് ജനാഹുൻ. എന്താണ് ജനാഹുൻ? ചിറകാണ് അല്ലേ? അത് യോജിപ്പിച്ചത് കൂട്ടുകാർ കണ്ടല്ലോ. ഇനി എന്താണ് നൽകിയിരിക്കുന്നത്? ലിദ്ദീക്ക് ഐനുൻ, കോഴിക്ക് എന്താണുള്ളത്? കണ്ണുണ്ട്. അത് കണ്ണിലേക്ക് നമ്മൾ യോജിപ്പിക്കുകയാണ് വേണ്ടത്. പിന്നെയോ ലിദ്ദീക്ക് റിജുലുൻ. എന്താണ് റിജുലുൻ? കാലുകളാണ് അല്ലേ? നമ്മളത് കാലുകളിലേക്ക് യോജിപ്പിക്കുകയാണ് വേണ്ടത്. പിന്നെയോ ലിദ്ദീക്ക് റെയിലുൻ, കോഴിക്ക് എന്താണുള്ളത്? വാലുണ്ട് അല്ലേ? അത് നമ്മൾ വാലിലേക്ക് യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനായി ഈ ചാനലിൽ തന്നെ നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് എന്ന പ്ലേലിസ്റ്റിൽ പോയി പരിശോധിക്കാൻ കൂട്ടുകാർ മറക്കില്ലല്ലോ. Thanks for watching. If you like this video, please do subscribe and share.